എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് ചേരുവാൻ ദൈവം കൃപ നൽകിയതോർത്ത് സ്തോത്രം ചെയ്യാം. ക്രിസ്തുവിജ്ഞാനീയം എന്ന നമ്മുടെ പഠന വിഷയത്തിൽ 2 ക്ലാസ്സുകളാണ് ഇപ്പോൾ കഴിഞ്ഞത് എന്നോർക്കുമല്ലോ. ഈ വിഷയ പഠനത്തിൻ്റെ പ്രാധാന്യത എന്താണ് എന്ന് നമ്മൾ ആദ്യമായി ചിന്തിച്ചു. രണ്ടാമത് യേശുക്രിസ്തുവിൻ്റെ ദൈവിക നാമങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു. യേശുക്രിസ്തു ദൈവമല്ല എന്ന് സമർത്ഥിക്കുവാൻ ഈ നാളുകളിൽ പിശാച് അനേകരെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് യേശുക്രിസ്തു ആരാണ്, യേശുക്രിസ്തു ദൈവമാണോ, ബൈബിൾ അതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് ആരംഭിച്ചത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രമാണം വിശുദ്ധ ബൈബിൾ ആയതുകൊണ്ട് വേദപുസ്തകം പറയുന്നതേ നമ്മൾ അംഗീകരിക്കുകയുള്ളൂ, അതേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന് ആധാരം ബൈബിളാണെന്ന കാര്യത്തിന് സംശയമില്ല. ഊഹിച്ച് നമ്മൾ എന്തെങ്കിലും കണ്ടെത്തുന്നില്ല. നമ്മുടെ മിഥ്യാധാരണ വെച്ച് ഒരു അഭിപ്രായം നമ്മൾ പറയുന്നില്ല. സത്യവേദ പുസ്തകത്തിൽ ഈ വിഷയസംബന്ധമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ത് അരുളി ചെയ്തിരിക്കുന്നുവോ അതങ്ങനെ തന്നെ വായിച്ച് കേട്ട് വിശ്വസിക്കുക, വായിച്ച് പഠിക്കുക, അതിനോട് ആമേൻ പറയുക, അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവിക ഗുണങ്ങൾ, അതിനെക്കുറിച്ച് ബൈബിൾ എന്തു പറഞ്ഞു എന്ന് നമ്മൾ നോക്കിയത്. ഇന്ന് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. യേശുക്രിസ്തു ദൈവമാണ് എങ്കിൽ അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? യേശുക്രിസ്തു കേവലം ഒരു മനുഷ്യൻ മാത്രമായിരുന്നുവോ? അങ്ങനെ പറയുന്നവർ ധാരാളമുണ്ടല്ലോ. എന്നാൽ അതല്ല, യേശുക്രിസ്തു ദൈവമാണ്. ഒന്നുകിൽ മനുഷ്യൻ അല്ലെങ്കിൽ ദൈവം, അതിനപ്പുറം മറ്റൊരു അവകാശവാദത്തിന് അർത്ഥമില്ല. അങ്ങനെ യേശുക്രിസ്തു ദൈവമാണ് എങ്കിൽ അതിൻ്റെ തെളിവുകൾ എന്താണ് ബൈബിൾ പറയുന്നത്? ഒന്നാമത് നമ്മൾ നോക്കിയത് ക്രിസ്തുവിൻ്റെ ദൈവിക നാമങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ക്രിസ്തുവിൻ്റെ ദൈവിക ഗുണങ്ങൾ എന്തൊക്കെയാണ്. ഈ വിഷയങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ എല്ലാ ആഴ്ചയും പറയുന്നത് പോലെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഭാഗവും നമുക്ക് നോക്കാൻ കഴിയുന്നതല്ല. എന്നാൽ സൂചനയായിട്ട് ചില ബൈബിൾ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നു, അതിനെ നിവൃത്തിയുള്ളൂ. ഇവിടെ ക്രിസ്തുവിൻ്റെ ദൈവിക ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ഒരാളത്വത്തെ ദൈവം എന്ന് നമ്മൾ വിളിക്കണമെങ്കിൽ ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതും മനുഷ്യർക്കാർക്കും അവകാശപ്പെടാൻ കഴിയാത്തതുമായ ദൈവിക ഗുണലക്ഷണങ്ങൾ അദ്ദേഹത്തിൽ ഒരുമിച്ച് സമ്മേളിച്ചിരിക്കണം. ദൈവത്തെ ദൈവമെന്ന് വിളിക്കുവാൻ ദൈവിക ഗുണലക്ഷണങ്ങളാണ് ഒരു പ്രധാന കാരണം. ലോകത്തിൽ ഒരു മനുഷ്യനെയും നമ്മൾ ദൈവമെന്ന് അഭിസംബോധന ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം മനുഷ്യർക്കല്ലാത്ത പ്രത്യേക ഗുണലക്ഷണമൊന്നും, ദൈവികമായ ലക്ഷണങ്ങളൊന്നും നമ്മൾ അവരിൽ കണ്ടെത്തുന്നില്ല. എന്നാൽ ക്രിസ്തുവിനെ അങ്ങനെ നമ്മൾ വിളിക്കുകയല്ല. യേശു ക്രിസ്തു മഹാദൈവമായതുകൊണ്ട് ദൈവിക ഗുണങ്ങൾ തന്നിൽ നമ്മൾ നീളെ കാണുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ഉടനീളെ അതിൻ്റെ വെളിപ്പാടുകളുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ നമ്മൾ ദൈവമായിട്ട് അംഗീകരിക്കുന്നത്. എന്താണ് ദൈവിക ഗുണലക്ഷണങ്ങൾ? നമുക്ക് 1, 2, 3 എന്ന് പറഞ്ഞ് നോക്കുന്നതാണ് പഠനത്തിന് സൗകര്യം എന്ന് വിചാരിക്കുന്നു. 1, ക്രിസ്തു നിത്യനാണ്. നിത്യതയോട് ബന്ധപ്പെട്ടാണ് ക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ വിവരിച്ചിരിക്കുന്നത്. ആ ദൈവത്തോട് ബന്ധപ്പെട്ട കാര്യമാണ്. യേശു ക്രിസ്തു എന്ന ആളത്വത്തിന് ആരംഭമോ അവസാനമോ ഇല്ല. അവിടെ നിത്യനായിരിക്കുന്നു. ആ നിത്യത്വത്തെക്കുറിച്ച് എന്താണ് ബൈബിൾ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. യേശുക്രിസ്തു നിത്യനാണ് എന്ന് പറയുമ്പോൾ എന്താണ് അതിനെ കൊണ്ട് ബൈബിൾ അർത്ഥമാക്കുന്നത്? 1:15 യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു, എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. സ്നാപകയോഹന്നാന്റെ പ്രഖ്യാപനമാണ്. യേശുവിനേക്കാൾ 6 മാസം പ്രായം കൂടിയതാണ് സ്നാപകയോഹന്നാൻ. ഇവിടെ സ്നാപകൻ പറയുകയാണ്, എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവനാണ് യേശുക്രിസ്തു. ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നല്ലോ നിങ്ങളോട്. ഈ യേശുക്രിസ്തു എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന എൻ്റെ മുമ്പനായിരുന്നു. എന്താ ഈ വാക്കിൻ്റെ അർത്ഥം? ഞാൻ ജനിച്ചതിന് ശേഷം ജനിച്ച ഈ മനുഷ്യൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്തെന്തോ ശ്രദ്ധിക്കാൻ ആവശ്യമുണ്ട് എന്ന് വരുന്നു. യോഹന്നാൻ വെറുതെ പറഞ്ഞതല്ല, പരിശുദ്ധാരൂപിയുടെ നിറവിൽ, നിയന്ത്രണത്തിൽ വിളിച്ചു പറയുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ എന്നേക്കാൾ വലിയവനാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞില്ലയോ? അവനാണ് യേശു.
അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവനാണ്, അവൻ എനിക്ക് മുമ്പനായി തീർന്നവനാണ്. ഇനി നമ്മൾ യോഹന്നാന്റെ സുവിശേഷം തന്നെ 8-ാം അധ്യായത്തിലേക്ക് വരികയാണ്. അതിൻ്റെ 57, 58 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശു തന്നെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവനയുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കുക. യേശു ക്രിസ്തു പറഞ്ഞ ഇതിനകത്തൊരു മനുഷ്യൻ്റെ വാക്കുകളാണോ അതോ അദ്ദേഹം മനുഷ്യനല്ല ദൈവമാണെന്ന് നമുക്ക് പറയാൻ ധൈര്യപ്പെടാൻ കഴിയുമോ? യോഹന്നാൻ 8-ന്റെ 57, 58 വാക്യങ്ങൾ. യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പിതാവാണ് അബ്രഹാം എന്ന കാര്യം ബൈബിൾ പരിചയമുള്ളവർക്കറിയാം. യേശു ക്രിസ്തു ജനിക്കുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അബ്രഹാം എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നത്. അബ്രഹാമാണ് യഹൂദന്മാരുടെ ആത്മീക പിതാവായിട്ട് അവർ അംഗീകരിക്കുന്നത്. വിശ്വാസികളുടെ പിതാവെന്ന് അബ്രഹാമിനെ കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ അബ്രഹാം തങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്നുള്ളതിൽ അഭിമാനിക്കുന്ന ഒരു കൂട്ടരായിരുന്നു യഹൂദാജനം. അവർ യേശുക്രിസ്തുവുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവർ ചോദിച്ചു, നീ അബ്രഹാമിനേക്കാൾ വലുതാണോ? ഞങ്ങൾക്ക് ലോകത്തിൽ ഏറ്റവും വലുതെന്ന് പറയാനുള്ളത് ഞങ്ങളുടെ പിതാവായ അബ്രഹാമാണ്. നീ ഇപ്പോൾ അബ്രഹാമിനേക്കാൾ വലിയവനാണോ? ഉടനെ കർത്താവായ യേശു പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അബ്രഹാം ഉണ്ടെന്നാണ് പറയേണ്ടത്. പക്ഷേ യേശു ക്രിസ്തു പറയുകയാണ്, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് കേവലം ഒരു സാധാരണ മനുഷ്യൻ്റെ വാക്കല്ലെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ നമ്മൾ എല്ലാ ആഴ്ചയും പറയുന്നത് പോലെ ഇദ്ദേഹത്തിന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറയേണ്ടി വരും. BC കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട് എന്ന് യേശു ക്രിസ്തു പറഞ്ഞപ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കിയത്? യേശു ക്രിസ്തു നിത്യനാണ്, അവിടുത്തേക്ക് ആരംഭമോ അവസാനമോ ഇല്ല. നമുക്കൊരു വാക്യം കൂടെ നോക്കാം ആ പശ്ചാത്തലത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 5-ാമത്തെ വാക്യം യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണ്. പിതാവായ ദൈവത്തോട് ക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പറഞ്ഞ ഒരു വാചകം മാത്രം നമ്മളിപ്പോൾ നോക്കുന്നു. 17-ന്റെ 5. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം. ആ പറയുന്ന കാര്യങ്ങൾ പിന്നീട് നമ്മൾ വഴിയെ വിശദീകരിക്കും. ലോകമുണ്ടാകും മുമ്പേ യേശു ക്രിസ്തുവിന് പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന മഹത്വം, ആ മഹത്വത്തിലേക്ക് എന്നെ ചേർക്കണമേ. അപ്പോൾ എന്താ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്? ലോകമുണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നവൻ ആരാണ്? അവിടുന്നാണ് ദൈവം. യേശു ക്രിസ്തു ഉണ്ടായി വന്നതല്ല, ഉളവായി വന്നതല്ല, സൃഷ്ടിയായിട്ട് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതല്ല. അവിടുന്ന് സാക്ഷാൽ ദൈവം. അവിടുന്ന് ലോകാരംഭത്തിന് മുമ്പേ പിതാവിനോട് കൂടെ ഉണ്ടായിരുന്നവൻ. അതാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ളതിൻ്റെ ദൈവിക ഗുണലക്ഷണങ്ങളിൽ ഒന്നാമത് നമ്മൾ കണ്ടത് ക്രിസ്തു നിത്യനായ ദൈവമാണ്. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. ദൈവം ആരാണ്? ദൈവം സർവ്വവ്യാപിയാണ്. ദൈവം സർവ്വവ്യാപി ആയിരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്വത്തിൻ്റെ മനോഹരമായ മറ്റൊരു പ്രത്യേകത. യേശുക്രിസ്തു ആരായിരുന്നു? യേശുക്രിസ്തു ദൈവമാണെങ്കിൽ അവിടുന്ന് സർവ്വവ്യാപിയായിരിക്കണം. എങ്ങനെ അറിയാം? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുന്നു. 13-ാമത്തെ വാക്യം. യേശുക്രിസ്തു ഇപ്പോൾ ഭൂമിയിലിരിക്കുകയാണ്, നിക്കോദീമോസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ യേശുക്രിസ്തു പറഞ്ഞൊരു വാചകം യോഹന്നാൻ 3:13. അവിടുന്ന് സർവ്വവ്യാപിയായ ദൈവമാണോ അല്ലയോ? നമുക്കത് കേട്ട് വിധിക്കാം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഇവിടെ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്നെക്കുറിച്ച് തന്നെയാണ്. യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്, ഇപ്പോൾ ഭൂമിയിലുണ്ട്, അതേ സമയത്ത് സ്വർഗത്തിലിരിക്കുന്നു. മാനുഷികമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ അവിടുന്ന് സർവ്വവ്യാപിയായ ദൈവമായതുകൊണ്ട് ഒരേ സമയത്ത് സ്വർഗത്തിലും ഭൂമിയിലും അവിടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മാത്രമല്ലേ സർവ്വവ്യാപിത്വം അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ. എല്ലായിടത്തുമുള്ളവൻ ദൈവം. യേശുക്രിസ്തുവിനെ കുറിച്ച് താൻ അങ്ങനെ തന്നെ അരുളി ചെയ്യുന്നു. തീർന്നില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം
20 വാക്യത്തിലേക്ക് വരിക. യേശുക്രിസ്തു സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും യേശുക്രിസ്തു ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും ശക്തമായ ഒരു തെളിവ് യേശുക്രിസ്തു താൻ തന്നെ തൻ്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരോട് പറയുകയാണ്. മത്തായി 18:20 വാക്യം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാനുണ്ട്. ഇത് അരുളി ചെയ്യുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ 2-3 പേർ ലോകത്തെവിടെ കൂടി വന്നാലും ആ കൂടിവരവിൻ്റെ നടുവിൽ യേശുക്രിസ്തുവിൻ്റെ മഹത്വമാർന്ന സാന്നിധ്യമുണ്ട് എന്നാണ് അവിടെ തിരുവായി മൊഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇത് ലോകത്ത് വേറെ ആർക്കും സാധിക്കുന്ന കാര്യമല്ലെന്ന് സാമാന്യബോധമുള്ളവർക്ക് മനസ്സിലാകും. ധാരാളം വിശുദ്ധന്മാരും ശുദ്ധിപതികളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അവരെയൊക്കെ ബഹുമാനിക്കുന്നു. എന്നാൽ അവർക്കുള്ള പരിമിതി എന്ന് പറയുന്നത് അവർക്ക് ഒരേ സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിലായിരിക്കുവാൻ കഴിയുന്നതല്ല. അവർ മരിച്ചു, അവരുടെ ആത്മാവ് ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നു. അവർക്ക് വീണ്ടും ഈ ഭൂമിയിൽ അവരുടെ നാമത്തിൽ കൂടി വരുന്ന ആളുകളുടെ മധ്യത്തിൽ വന്ന് അവരെ അനുഗ്രഹിക്കുവാൻ അസാധ്യം. എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അവിടുന്ന് ഇന്ന് തൻ്റെ നാമത്തിൽ കൂടി വരുന്ന വിശുദ്ധന്മാർ എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം അവരുടെ മധ്യത്തിൽ അവിടുന്ന് ആഗതനാകുന്നു. ഇതൊരു ചെറിയ കാര്യമായിട്ട് ആരും ചിന്തിക്കുകയില്ല എന്ന് വിചാരിക്കുകയാണ്. സർവ്വവ്യാപിയായ ക്രിസ്തു അവിടുന്നാണ് സാക്ഷാൽ ദൈവം. അവിടുന്ന് തന്നെയാണ് ഈ കാര്യം പറഞ്ഞത്. ഒന്നുകിൽ യേശുക്രിസ്തു ഭോഷ്കു പറഞ്ഞു, നുണ പറഞ്ഞു എന്ന് നമ്മൾ പറയേണ്ടി വരും. അല്ലെങ്കിൽ യേശുക്രിസ്തു കേവലം ഒരു മനുഷ്യനല്ല, അവിടുന്ന് ദൈവമാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. യേശുക്രിസ്തുവിനെ പോലെ ഇങ്ങനെ അവകാശവാദം ഉന്നയിച്ച യാതൊരാളും ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. അത് യേശുക്രിസ്തു മാത്രമാണ്. അവിടുന്ന് ഇന്നും ജീവിക്കുന്നു. അതിൻ്റെ തെളിവാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും മത്തായി 28 വരാം. അതിൻ്റെ 20 വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വേറൊരു പ്രസ്താവനയുണ്ട്. താൻ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇപ്പോൾ സ്വർഗാരോഹണം ചെയ്യാൻ പോകുകയാണ്. ആ സമയത്ത് തൻ്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരോട് പറഞ്ഞ അവർക്ക് നൽകിയൊരു വാഗ്ദാനമുണ്ട്. മത്തായി 28:20. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഈ പ്രസ്താവനയുടെയൊക്കെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണ്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഒരു കുറച്ച് ദിവസത്തേക്കല്ല, കുറച്ച് കാലത്തേക്കല്ല. ഈ ലോകത്തിന് അവസാനമുണ്ടാകും, ഇന്നത്തെ സ്ഥിതിക്ക് വ്യത്യാസമുണ്ടാകും, ഇത് അവസാനിക്കും. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ നിറസാന്നിധ്യം എല്ലാ നാളും തൻ്റെ ഭക്തന്മാർക്കുണ്ടായിരിക്കും. നമ്മളോടൊപ്പം ക്രിസ്തു ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ആത്മവിശ്വാസം, നമ്മുടെ ബലം, നമ്മുടെ ധൈര്യം. നമ്മളെ സഹായിക്കാൻ വേറെ ആരുമില്ലെന്ന് വന്നാലും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ക്രിസ്തുവേശു നമ്മോട് കൂടെയുണ്ട്. എത്ര കാലം? ലോകാവസാനത്തോളം. എന്ന് പറഞ്ഞാൽ ലോകം അവസാനിച്ചാലും ക്രിസ്തു അവസാനിക്കുന്നില്ല. ലോകത്തിന് മാറ്റം വരും, മാറ്റമുണ്ടാകാം. പക്ഷേ യേശുക്രിസ്തുവിന് മാറ്റമുണ്ടാവുകയില്ല. അവിടുന്ന് എന്നേക്കും നിസ്തുല്യവാനും സർവ്വവ്യാപിയുമായി കഴിയുന്നു. അപ്പം യേശുക്രിസ്തു ദൈവമാണെന്നുള്ള ദൈവിക ഗുണങ്ങൾ രണ്ടാണ് നമ്മൾ കണ്ടത്. അവിടുന്ന് നിത്യനാണ്, അവിടുന്ന് സർവ്വവ്യാപിയാണ്. 3, യേശുക്രിസ്തു സർവജ്ഞാനിയാണ്. സർവജ്ഞാനം ദൈവത്തിന് മാത്രമുള്ളതാണെന്ന് നമുക്കറിയാം. അത് മനുഷ്യർക്കാർക്കും അവകാശപ്പെടാൻ കഴിയുകയില്ല. അവകാശപ്പെട്ടത് കൊണ്ടും കാര്യമില്ല. നമുക്ക് ജ്ഞാനമുണ്ട്, പക്ഷേ സർവജ്ഞാനം ദൈവത്തിൻ്റെ മാത്രം വകയാണ്. യേശുക്രിസ്തു കേവലം ഒരു ജ്ഞാനമുള്ള മനുഷ്യനായിരുന്നു എന്നല്ല. യോഹന്നാൻ 16 വരണം. 29-30 വാക്യങ്ങൾ. യേശുക്രിസ്തു സർവജ്ഞാനിയായ മഹാദൈവം. അവിടുത്തെ സർവജ്ഞാനം വിളംബരം ചെയ്യുന്ന ധാരാളം പ്രസ്താവനകൾ വിശുദ്ധ ബൈബിളിലുണ്ട്. അതിൽ ചില സൂചനകളാണ് ഇപ്പോൾ നമ്മൾ നോക്കുക. യോഹന്നാൻ 16, 29-30 വാക്യങ്ങൾ. അതിന് അവന്റെ ശിഷ്യന്മാർ, ഇപ്പോൾ നീ സാദൃശ്യം ഒന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു. നീ സകലവും അറിയുന്നു എന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്നും ഞങ്ങൾ ഇപ്പോൾ അറിയുന്നു. ഇതിനാൽ നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. 3.5 വർഷം കൂടെ നടന്ന അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിന്റെ പ്രവൃത്തികൾ, പഠിപ്പിക്കലുകൾ,
സസൂക്ഷ്മം പരീക്ഷിച്ച് പരിശോധിച്ച് ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുക. അവർ പറയുക, നീ സകലതും അറിയുന്നു, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ ഇപ്പോൾ അറിയുന്നു. എന്ന് പറഞ്ഞാൽ നീ ദൈവമായിരുന്നവൻ മനുഷ്യനായി വന്നിരിക്കുകയാണ്, ഞങ്ങളത് ഇപ്പോൾ മനസ്സിലാക്കുന്നു. നിന്റെ പ്രവൃത്തികളും നിന്റെ പഠിപ്പിക്കലും നീ ആരാണെന്ന കാര്യം വെളിവാക്കിയിരിക്കുന്നു. നീ സർവജ്ഞാനിയായ ദൈവമാണ്, ഞങ്ങളത് മനസ്സിലാക്കുന്നു. ഇനി യോഹന്നാൻ 2-ാം അധ്യായത്തിലേക്ക് വരാം. 24-25 വാക്യങ്ങളിൽ അന്നത്തെ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ എഴുതുന്നത് ഇപ്രകാരമാണ്. 2:24-25 വാക്യങ്ങൾ. യേശുവോ എല്ലാവരെയും അറിക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. മനുഷ്യന്റെ ഹൃദയത്തിലുള്ള നിരൂപണങ്ങൾ എന്താണ്, അവന്റെ ചിന്താഗതി എന്താണ്, അവന്റെ മനോഭാവം എന്താണ്, ഇത് വസ്തുനിഷ്ഠമായി ഉള്ളതുപോലെ അറിയുന്നത് കർത്താവായ യേശുക്രിസ്തു മാത്രം. നമുക്ക് ആരെയും അങ്ങനെ അറിയാൻ കഴിയുകയില്ല. അറിയാമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നമ്മുടെ പല സ്നേഹിതന്മാരല്ലാതെ വരുമായിരുന്നു. ശത്രുക്കളെന്ന് നമ്മൾ കരുതുന്ന പലരും നമ്മുടെ മിത്രങ്ങളാകുമായിരുന്നു. പക്ഷെ നമുക്ക് അതിനുള്ള ശേഷിയില്ല, അറിവില്ല. നമ്മളാരും സർവജ്ഞാനികളല്ല. നമുക്കാർക്കും മനുഷ്യനെ ഉള്ള അളവിൽ മനസ്സിലാക്കാൻ കഴിയുകയില്ല. ബുദ്ധിജീവികൾ പറയാറുണ്ടല്ലോ, ഏറ്റവും മനസ്സിലാക്കാൻ കഴിയാത്ത നിഗൂഢതയാണ് മനുഷ്യന്റെ മനസ്സെന്ന്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മനുഷ്യഹൃദയവുമില്ല. അവൻ എല്ലാവരെയും അറിയുന്നു. അവിടെ പറയുക, യേശു എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ വിശ്വസിച്ച് അവരുടെ പക്കൽ ഏൽപ്പിച്ചില്ല. അവരെ വിശ്വസിച്ച് അവരുടെ കൂടെ അന്തി ഉറങ്ങാൻ കഴിയുമായിരുന്നില്ലെന്ന് യേശുക്രിസ്തുവിന് അറിയാമായിരുന്നു. യഹൂദ നേതാക്കന്മാരാണ്, വാഗ്ദത്ത മശീഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരാണ്, ദൈവത്തിൻ്റെ ആലയത്തിൽ യാഗം അർപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്നാണ് അവരുടെ ഭാവം. പക്ഷേ അവരെ വിശ്വസിക്കാൻ കൊള്ളുകില്ലെന്ന കാര്യം യേശുവിന് അറിയാമായിരുന്നു. യേശു സർവജ്ഞാനിയാണ്, മനുഷ്യൻ്റെ ഉള്ളം അറിയുന്നുവല്ലോ. ഇനി യോഹന്നാൻ 1-ാം അധ്യായത്തിലേക്ക് വരാം. 48-49 വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. ആ വാക്യം നമ്മൾ മുമ്പൊന്ന് വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്നും മറ്റൊരു സത്യമാണ് നമ്മൾ കണ്ടെത്തുവാൻ പോകുന്നത്. 1-ാം അധ്യായം 48-49 വാക്യങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചതിന്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. നഥനയേൽ അവനോട്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്നുത്തരം പറഞ്ഞു. നഥനയേൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം അതിഭക്തനായ ഒരു യഹൂദനായിരുന്നു. അദ്ദേഹം വേനൽ ചൂടടിക്കാതെ അത്തിമരത്തിൻ്റെ തണലിൽ ഇരുന്നു കൊണ്ട് ന്യായപ്രമാണ ചുരുളുകൾ വായിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നാണ് ഫിലിപ്പോസ് പറഞ്ഞത്, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, അവൻ നസ്രായനായ യേശുവാണ്. അവൻ നഥനയേൽ ചോദിച്ചു, നസ്രയത്തിൽ നന്മ വല്ലതും വരുമോ? അതിന് ചരിത്ര പശ്ചാത്തലമുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഉടനെ നഥനയേലിനോട് ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക, നോക്ക്, ഞാൻ പറഞ്ഞ യേശുവാണോ സാക്ഷാൽ ദൈവമെന്ന് നീ വന്ന് കാണ്. അങ്ങനെ നഥനയേൽ സംശയമുള്ള മനസ്സോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്, യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അകലെ നിന്ന് തന്നെ നഥനയേൽ വരുന്നത് കണ്ടപ്പോൾ കർത്താവായ യേശു അവനെക്കുറിച്ച് പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, അവനിൽ കപടമില്ല. അവൻ്റെ പൂർവ്വചരിത്രം അറിയാവുന്ന കർത്താവ് നഥനയേലിനെ കുറിച്ച് പറയുകയാണ്. അപ്പം നഥനയേൽ ചോദിച്ചു, എന്നെ നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഞാൻ നിന്നെയും കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് എന്നെക്കുറിച്ച് അറിയാവുന്നത്? എൻ്റെ ചരിത്രം എങ്ങനെയാണ് അറിയാവുന്നത്? എൻ്റെ ഉള്ളിലിരിപ്പ് എങ്ങനെയാണെന്ന് നിനക്കറിയാവുന്നത്? ഉടനെ യേശു പറഞ്ഞു, ഫിലിപ്പോസ് വന്ന് നിന്നെ അത്തിയുടെ ചുവട്ടിൽ വെച്ച് നിന്നോട് സംസാരിക്കും മുമ്പ്, നീ അത്തിയുടെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു നഥനയേലേ. എത്രയോ ദൂരെ കഴിയുന്ന നഥനയേലിനെ കർത്താവായ യേശു കണ്ടു, അറിഞ്ഞു, ഇവൻ ആരാണെന്ന് മനസ്സിലാക്കി പ്രഖ്യാപിക്കുക. ഉടനെ നഥനയേൽ പറഞ്ഞു, കർത്താവായ യേശുവേ, അവിടുന്നാണ് ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അവിടുന്നാണ് സാക്ഷാൽ ദൈവം, അവിടുന്നാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ദൈവമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. പല ആളുകൾക്കും ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ കുട്ടി ദൈവമെന്നാ അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ഒരുപാട് മിടുക്കന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ നഥനയേലിനെ പോലെ കാപഠ്യമില്ലാത്ത ഹൃദയമുണ്ടെങ്കിൽ അവർ സമ്മതിക്കും, യേശുക്രിസ്തുവാണ് സാക്ഷാൽ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നും വന്ന ദൈവപുത്രനായ ദൈവം.
അവിടുന്നാണ് സാക്ഷാൽ ദൈവമെന്ന് അംഗീകരിക്കും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സർവജ്ഞാനത്തെക്കുറിച്ചുള്ള ചില സൂചനകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ലൂക്കോസിന്റെ സുവിശേഷം എടുക്കണം, 6-ാം അധ്യായം 8-ാം വാക്യം. എന്നും പറയുന്നത് അന്നും ആവർത്തിച്ച് പറയുക. എല്ലാ വാക്യങ്ങളും എന്തിനാ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് കേവലം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സന്ദർഭവശാൽ ഒന്ന് അക്ഷരത്തെറ്റ് വന്ന് എഴുതിയിട്ടതല്ലെന്നും ഇത് സുവിശേഷകന്മാരെല്ലാവരും മാറി മാറി രേഖയാക്കിയിട്ടുണ്ട് എന്നും നമ്മൾ അറിയണം. സത്യം വിശ്വസിക്കാൻ മനസ്സുള്ളവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസം കേവലം ഒരു പുകമറയായി കാണാൻ പാടില്ല. നമ്മളെ അറിയാതെ ഒഴുകി വന്നതാണ് ഇതിലേക്ക് എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. പകരം നമ്മുടെ അമ്മയപ്പന്മാർ, നമ്മുടെ വല്യപ്പന്മാർ അവർ യേശുക്രിസ്തുവിനെ രക്ഷിതാവും ദൈവവുമായിട്ട് അംഗീകരിച്ചെങ്കിൽ അവർക്കതിന് വ്യക്തമായ തെളിവ് ബൈബിളിൽ നിന്ന് കിട്ടിയിരുന്നു. നമ്മളും അതേ പാതയിലാണ് സഞ്ചരിക്കുന്നതും സഞ്ചരിക്കേണ്ടതും. നമ്മുടെ വിശ്വാസത്തിന് വ്യക്തമായ തെളിവ് ബൈബിളിൽ ഉണ്ടായിരിക്കണം. ബൈബിളാണ് നമ്മുടെ ജീവശില, ബൈബിളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം. അത് കൈമോശം വന്നാൽ നമ്മളില്ലാതായി. അതുകൊണ്ട് ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുകയാണ്, പ്രാർത്ഥനാപൂർവം വായിക്കുകയാണ്, വളരെ ശ്രദ്ധിച്ചു വായിക്കുകയാണ്. യേശുക്രിസ്തു ദൈവമാണോ അല്ലയോ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ദൈവമല്ലാത്ത ഒരുവനെ ദൈവമെന്ന് നമ്മളെല്ലാം കൂടെ പറഞ്ഞ് ദൈവമാക്കുന്നത് കൊണ്ട് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പകരം ദൈവമായിരിക്കുന്നവനെ ദൈവമെന്ന് നമ്മൾ അറിഞ്ഞ് അംഗീകരിക്കുന്നതാണ് ബുദ്ധി, അതാണ് യുക്തി, അതാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം. ലൂക്കോസ് 6-ന്റെ 8-ാമത്തെ വാക്യം. അവരുടെ വിചാരം അറിഞ്ഞിട്ട് അവൻ വരണ്ട കൈയുള്ള മനുഷ്യനോട് എഴുന്നേറ്റ് നടുവിൽ നിൽക്ക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് നിന്നു. യേശു ശബ്ദത്തിൽ രോഗികൾക്ക് സൗഖ്യം വരുത്തിയത് കൊണ്ട് യേശുവിൻ്റെ ശത്രുക്കളായ പരീശന്മാരും സദൂക്യരും ഏതെങ്കിലും തെറ്റ് കണ്ടെത്താനായിട്ട് യേശുവിനെ സസൂക്ഷ്മം നിരീക്ഷിച്ച് പിന്നാലെ ഗമിക്കുക. അനേക ആളുകൾ രോഗസൗഖ്യത്തിന് വേണ്ടി, അനേകർ ദൈവവചനം കേൾക്കുന്നതിന് വേണ്ടി കർത്താവിന് പിൻപറ്റുമ്പോൾ അന്നത്തെ മത നേതാക്കന്മാർ യേശുക്രിസ്തുവിൽ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തി ന്യായപ്രമാണം ലംഘിച്ചു എന്ന് വരുത്തി അവനെ കൊന്നുകളയുവാനുള്ള വഴി ആരാഞ്ഞുകൊണ്ട് നടക്കുക. അങ്ങനെ ഒരിക്കൽ ശാബത്ത് നാളിൽ അവരുടെ സിനഗോഗിൽ, പള്ളിയിൽ അവർ പ്രാർത്ഥിക്കാൻ കൂടിയിടത്ത് യേശുവും ഉണ്ടായിരുന്നു. ഉടനെ യേശുവിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഇവർ ശാബത്ത് ലംഘിക്കുമോ? അവിടെ കൈ വരണ്ട രോഗിയായ ഒരു മനുഷ്യനുണ്ട്, അവന് സൗഖ്യം കൊടുക്കുമോ? അവരെ നോക്കിക്കൊണ്ടിരിക്കുക. അവരുടെ കാഠിന്യം ചിന്തിച്ചോ? പതിവായിട്ട് അവൻ്റെ വയ്യാത്ത കയ്യുമായിട്ട്, സുഖമില്ലാത്ത കരവുമായിട്ട് അവൻ ആ പള്ളിയിൽ വന്ന് അവരുടെ കൂടെ പ്രാർത്ഥിക്കാനിരിക്കുക. എന്നാൽ അവനൊരു സൗഖ്യമുണ്ടാകട്ടെ, ഒരു സുഖം വരട്ടെ, അവന് നന്നാകട്ടെ, അതവരാഗ്രഹിച്ചില്ല. അതിനു പകരം അവന് സൗഖ്യം നൽകുമോ നോക്കാം. യേശു അങ്ങനെ ശബത്തിനെ ലംഘിച്ചെങ്കിൽ, യേശു ശാബത്തിനെ ലംഘിച്ചതിനാൽ അവനെ കൊന്നുകളയണം. അതാണ് ന്യായപ്രമാണ കൽപ്പന. ശബത്തിനെ ലംഘിക്കുന്നവനെ കൊന്നുകളയണം, അത് പറയാം എന്ന് കരുതി അവർ നോക്കിക്കൊണ്ടിരിക്കുക. നാം വായിച്ചത്, യേശു അവരുടെ വിചാരം അറിഞ്ഞു. അവർ പരസ്യമായിട്ടൊന്നും പറഞ്ഞില്ല, അതിനുള്ള ധൈര്യമുണ്ടായില്ല. അവരുടെ ഉള്ളിൽ അവർ നിരൂപിച്ചു കൊണ്ടിരുന്നു. എന്നാൽ യേശു അവരുടെ വിചാരം അറിഞ്ഞു. എന്നിട്ട് അവനെ വിളിച്ച് നടുവിൽ നിർത്തി അവന് സൗഖ്യം നൽകി. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ഉള്ളിലെ വിചാരം അറിയുന്നവൻ ദൈവമല്ലാതെ വേറെ ആരാണ്? ഹൃദയംഗമായി ചോദിക്കുക. ദൈവത്തിനല്ലേ അതിന് കഴിയുകയുള്ളൂ. നമ്മുടെ വിചാരങ്ങൾ മനസ്സിലാക്കി, നമ്മുടെ ചിന്താഗതി മനസ്സിലാക്കി നമ്മളെ വിലയിരുത്തുവാൻ, നമ്മളെ വിധിക്കുവാൻ സാക്ഷാൽ ദൈവത്തിനല്ലേ കഴിയൂ. അവിടുന്നാണ് കർത്താവായ യേശുക്രിസ്തു. ലൂക്കോസ് 11-ന്റെ 17-ാം വാക്യം കൂടെ വായിക്കാം. അവിടുന്ന് എങ്ങനെയാണ് സർവജ്ഞാനിയാണെന്ന് നമ്മൾ പറയേണ്ടത്. 11:17. അവൻ അവരുടെ വിചാരം അറിഞ്ഞ് അവരോട് പറഞ്ഞത്, തന്നിൽ തന്നെ ഛിദ്രിച്ച രാജ്യം എല്ലാം പാഴായി പോകും, വീടും ഓരോന്നും വീഴും. അവൻ അവരുടെ വിചാരം അറിഞ്ഞു. യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ യുവമാരിരുന്ന് ഉള്ളിൽ ചിന്തിക്കുക, ഇത് ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഇവർ ഭൂതങ്ങളെ പുറത്താക്കുന്നത്, അല്ലാണ്ട് ഇവൻ ദൈവമൊന്നും ആയതുകൊണ്ടല്ല. ഇത് മനസ്സിലാക്കിയ, ഇതറിഞ്ഞ, അവരുടെ വിചാരം അറിഞ്ഞ യേശുക്രിസ്തുവിന് മറുപടി പറയുക. യേശുക്രിസ്തുവിനെ കുറിച്ച് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ആളുകൾ ചിന്തിക്കുമ്പോൾ കർത്താവായ യേശു അതറിഞ്ഞിരുന്നു. ചില കാര്യത്തിന് അവൻ മൗനത പാലിച്ചു, പല കാര്യങ്ങളിലും അവൻ മറുപടി പറഞ്ഞു. എന്താണ് യേശുക്രിസ്തുവിനെ കുറിച്ച് ആളുകൾ ചിന്തിച്ചിരിക്കുന്നതെന്ന കാര്യം യേശുക്രിസ്തു അറിഞ്ഞ് അവരോട് സംസാരിച്ചു. ഇതൊക്കെ അവിടുത്തെ സർവജ്ഞാനത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണെന്ന് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഒരു ഭാഗം കൂടെ മാത്രം നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം
70ഉം 71 വാക്യങ്ങൾ. അവിടെയും യേശുക്രിസ്തുവിൻ്റെ സർവജ്ഞാനം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. യോഹന്നാൻ 6, 70, 71 വാക്യങ്ങൾ. യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാച് ആകുന്നു എന്നുത്തരം പറഞ്ഞു. ഇത് അവൻ ശിമോൻ ഇസ്കരിയോത്താവിന്റെ മകനായ യൂദയെക്കുറിച്ച് പറഞ്ഞു. ഇവൻ 12 ഒരുത്തനെങ്കിലും അവനെ കാണിച്ചു കൊടുപ്പാനുള്ളവനായിരുന്നു. ചില ആളുകൾ കളിയാക്കി പറയാറുണ്ട്, യേശു വലിയ ദൈവവും അറിവുള്ളവനുമാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്നിട്ട് യേശുവിന് മനസ്സിലായില്ലല്ലോ അവനെ ഒറ്റിക്കൊടുക്കുന്ന ശിഷ്യൻ ആരാണെന്ന്. അങ്ങനെയുള്ള അറിവില്ലാത്ത ഒരാളത്വമല്ലേ യേശുക്രിസ്തുവെന്ന് അപമാനിച്ചു പറയുന്നത് കേൾക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ബൈബിൾ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്, ബൈബിൾ പരിചയമില്ലാത്തത് കൊണ്ടാണ് ശുദ്ധ വിവരക്കേട് അങ്ങനെ പറയുന്നത്. ഇവിടെ നാം വായിച്ചത് യേശുക്രിസ്തുവിനറിയാൻ തൻ്റെ അപ്പോസ്തലന്മാരിൽ ആരാണ് തന്നെ ഒറ്റിക്കൊടുക്കുന്നത്. 30 വെള്ളിക്കാശിന് ആര് തന്നെ വിൽക്കുമെന്ന കാര്യം യേശുക്രിസ്തുവിനറിയാമായിരുന്നു. ഇവിടെ പറയുക തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആരെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതാണ് യേശുക്രിസ്തുവിൻ്റെ സർവജ്ഞാനം. 12 പേരെ തെരഞ്ഞെടുത്തു, അപ്പോസ്തലന്മാരായി ശിഷ്യന്മാരായി കൂടെ കൊണ്ടു നടക്കുന്നു. അതിൽ ഒരുത്തൻ 30 കാശ് കിട്ടുമ്പോൾ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന കാര്യം യേശു മുൻകൂട്ടി അറിഞ്ഞിരുന്നു. എന്നിട്ടും അവനെ സ്നേഹിക്കുകയും അവനെ തൻ്റെ സംഘത്തിൻ്റെ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യുവാൻ ഫലമേൽപ്പിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അവിടുന്ന് ഗ്രഹിക്കാനായിട്ട് കഴിയും. 3.5 വർഷം കൂടെ നടന്നിട്ടും യൂദയ്ക്ക് മാനസാന്തരപ്പെടാൻ മനസ്സുണ്ടായില്ല. ഇതിന് മാത്രം അവനെ സ്നേഹിച്ച് ആദരിച്ചിട്ട് അവനാ യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ മനസ്സിൽ പണം മാത്രമായിരുന്നു ചിന്ത, ദ്രവ്യാഗ്രഹം മാത്രമായിരുന്നു അവനെ ഭരിച്ചിരുന്നത്. അങ്ങനെയാണ് അവൻ തന്നെത്താൻ ചതിക്കപ്പെട്ടത്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ സർവജ്ഞാനത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ഓർത്തുകൊണ്ടിരുന്നത്. ഇനിയും ധാരാളം സംഭവങ്ങളുണ്ട്, എങ്കിലും അത് വായിക്കുന്നില്ല. യോഹന്നാൻ 18-ാം അധ്യായം വായിച്ചാൽ തനിക്ക് നേരിടുവാനുള്ള കഷ്ടാനുഭവത്തെക്കുറിച്ച് യേശുക്രിസ്തു അറിഞ്ഞിരുന്നു എന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം വായിച്ചാൽ യേശുക്രിസ്തുവിനും പത്രോസിനും കരമടയ്ക്കുവാൻ കാശുണ്ടായില്ല. ചുങ്കം പിരിക്കുന്ന ആളുകൾ വന്ന് ചോദിച്ചു, നിന്റെ ഗുരു നികുതി അടച്ചില്ലല്ലോ, നീയും അടച്ചില്ലല്ലോ. യേശു അതറിഞ്ഞു. യേശു പത്രോസിനോട് പറഞ്ഞത്, നീ പോയി കടലിൽ പോയി ചൂണ്ടയിടുക, ആദ്യം കാണുന്ന മത്സ്യത്തിൻ്റെ വായ തുറന്ന് നോക്കുക, അതിൽ ചതുർദ്രഹ്മ 4 ദ്രഹ്മ ആ മത്സ്യത്തിൻ്റെ വായിൽ കാണും, അതെടുത്ത് എനിക്കും നിനക്കുമുള്ള ടാക്സ് അടയ്ക്കുക എന്ന് പറഞ്ഞേൽപ്പിച്ചു. അങ്ങനെ തന്നെ പത്രോസ് ചെയ്തു. കടലിൽ കിടക്കുന്ന ഒരു മീനിൻ്റെ വായിൽ ദ്രഹ്മയാണ് ഉള്ളത് എന്ന്, 4 ദ്രഹ്മയുണ്ടെന്ന് എങ്ങനെ യേശു അറിഞ്ഞു? അത് മാന്ത്രിക വിദ്യ വല്ലതുമാണോ? പ്രിയപ്പെട്ടവരെ, യേശു സർവജ്ഞാനിയായതുകൊണ്ട്, മത്സ്യത്തിൻ്റെയും കടലിൻ്റെയും സൃഷ്ടാവായതുകൊണ്ട് യേശുവിനറിയാം മത്സ്യത്തിൻ്റെ വായിൽ ചതുർദ്രഹ്മയുണ്ട്, 4 ദ്രഹ്മയുണ്ട് എന്ന കാര്യം യേശുവിനറിയാം. അത് യേശുവിൻ്റെ സർവജ്ഞാനത്തെ കാണിക്കുന്നതാണ്. അതുപോലെ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഗ്രഹിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെ സാധിച്ചു? ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ അവിടുന്ന് അത് മനസ്സിലാക്കുകയായിരുന്നു. ലൂക്കോസ് 5-ാം അധ്യായത്തിലും യോഹന്നാൻ 21-ാം അധ്യായത്തിലും 2 വലിയ മീൻപിടുത്തം നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസ് 5-ാം അധ്യായത്തിൽ പത്രോസ് ഉൾപ്പെടെ മുക്കുവന്മാരായ ആളുകൾ വല വീശി വെളുക്കോളം അധ്വാനിച്ചിട്ട് ഒറ്റ മീൻ പോലും കിട്ടാതെ നിരാശരായി വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് അതിലേ വരുന്നത്. അന്ന് അവർ ശിഷ്യന്മാരായിട്ടില്ല. യേശു വന്നു, ചോദിച്ചു, വല്ലതും കിട്ടിയോ? ഇല്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇന്ന ഭാഗത്ത് വല വീശ്, കിട്ടും. അവർ വല വീശി, അവരുടെ വല കീറുവോളം മത്സ്യം അവർക്ക് കിട്ടി. യേശു എങ്ങനെ അറിഞ്ഞു കടലിൻ്റെ ഇന്ന ഭാഗത്ത് മത്സ്യമുണ്ട്? യേശു മുക്കുവനായിരുന്നില്ല. യേശു ഒരു ആശാരി ചെറുക്കനായിരുന്നു. ആശാരിയുടെ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എന്നാൽ മുക്കുവ ജോലി ചെയ്തുകൊണ്ടിരുന്ന പത്രോസിനെ പോലുള്ള ആളുകൾ, മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന വലിയ കഴിവും അറിവുമുള്ള ആളുകൾ, അവർ പരമാവധി വെളുക്കോളം പരിശ്രമിച്ചിട്ടും ഒരു മീൻ പോലും കിട്ടാതിടത്താണ് യേശുക്രിസ്തു പറഞ്ഞു, ഇവിടെ വല വീശുക, നിശ്ചയമായിട്ടും ആവശ്യമായ മത്സ്യം അവിടെ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് യേശുക്രിസ്തുവിൻ്റെ സർവജ്ഞാനത്തെ ചൂണ്ടിക്കാണിക്കുന്നു. യോഹന്നാൻ 21-ാം അധ്യായത്തിലും ഇതുപോലൊരു മീൻപിടുത്തം നമ്മൾ കാണുന്നുണ്ട്. യേശു പറഞ്ഞു, അവിടേക്ക് മാറി വല വീശ്, കിട്ടും. അവർ വല വീശി അവർ മത്സ്യത്തെ പിടിച്ചു. യേശുവിന് അറിയാം കടലിൽ മത്സ്യം എവിടെയുണ്ട്, എത്രയുണ്ട്. യേശുവിനറിയാം
പത്രോസ് അധ്വാനിച്ചിട്ട് മീൻ വല്ലതും കിട്ടിയോ ഇല്ലയോ? യേശുവിനറിയാം മനുഷ്യൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന്. യേശുവിനറിയാം തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്ന്. യേശുക്രിസ്തുവിനറിയാം അത്തിയുടെ കീഴിലിരിക്കുന്ന നഥനയേൽ ആരാണ്. നീ സകലതും അറിയുന്നു. യേശുക്രിസ്തു സർവജ്ഞാനിയായ ദൈവം. അപ്പോൾ യേശുവിന് ദൈവത്തിൻ്റെ ദൈവിക ഗുണലക്ഷണങ്ങൾ എന്തൊക്കെയാണ് യേശുക്രിസ്തുവിൽ ഉള്ളത് എന്നതിൻ്റെ ഒരു സൂചനയാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം. ക്രിസ്തു ശാസ്ത്രത്തിൽ വളരെ വിലപ്പെട്ട വേദവാക്യങ്ങളാണ് കൊലോസ്യ ലേഖനത്തിലുള്ളത്. അതിൽ നിന്നുമാണ് ഒരു വാക്യം, 2-ാം അധ്യായം 3-ാം വാക്യം. പൗലോസ് ശ്ലീഹ എന്താ എഴുതുന്നു നോക്കിയാട്ടെ. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ഒക്കെയും യേശുക്രിസ്തുവിൽ ഗുപ്തമായിട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിന് ജ്ഞാനമുണ്ടെന്നല്ല, യേശുക്രിസ്തുവിന് അറിവുണ്ടെന്നല്ല ഈ പറയുന്നത്. ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ അവനിലാണ്. പ്രിയപ്പെട്ടവരെ, അവനാണ് കർത്താവായ യേശുക്രിസ്തു. അവിടുന്നാണ് നമ്മുടെ മഹാദൈവം. അവിടുന്നാണ് നിത്യനായ ദൈവം. അവിടുന്നാണ് നമുക്ക് വേണ്ടി, നമ്മുടെ പാപമോചനത്തിനു വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നത്. ദൈവം എന്തിന് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു? ധാരാളം ഉത്തരങ്ങൾ അതിന് ബൈബിളിലുണ്ട്. ഒരു വാക്ക് മാത്രം പറയാം. കർത്താവായ യേശു പറഞ്ഞു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. യേശുക്രിസ്തു എവിടുന്ന് വന്നു, എന്തിനു വന്നു, നമ്മളത് പിന്നെ നോക്കും. യേശുക്രിസ്തു സ്വർഗം വിട്ട് ഭൂമിയിൽ വന്നത് ദൈവത്തെ വിട്ട് കാണാതെ പോയ മനുഷ്യവർഗത്തെ കണ്ടെത്തുവാൻ, പാപനിമിത്തം അകന്നുപോയ മനുഷ്യനെ തന്നോട് അടുപ്പിക്കുവാൻ, നമ്മുടെ പാപത്തിൻ്റെ ഫലമായ നിത്യ നരകം നാം അനുഭവിക്കാതെ ദൈവകൃപയിൽ വന്ന് കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ മക്കളായി വകയായി മാറി സ്വർഗം അനുഭവിക്കേണ്ടതിന് നമ്മുടെ നരകവിധി ഏറ്റെടുക്കുവാൻ ദൈവപുത്രനായ യേശു മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് വന്നു. ദൈവത്തിന് മരണമില്ല, എന്നാൽ നമ്മുടെ പാപത്തിൻ്റെ ഫലമായ മരണം യേശു അനുഭവിക്കുവാൻ മനുഷ്യനാകണമായിരുന്നു. അങ്ങനെ ദൈവം മനുഷ്യനായി വന്ന് നമ്മുടെ ശിക്ഷ ഏറ്റെടുത്തു, നമ്മുടെ ശാപം ഏറ്റെടുത്തു. എന്നാൽ മരിക്കും മുമ്പ് തന്നെ അവിടുന്ന് ദൈവമാണെന്ന് പ്രവൃത്തി കൊണ്ട്, പ്രസ്താവനകൾ കൊണ്ട് അവിടുന്ന് തെളിയിച്ചു. നമ്മളതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് ദൈവമാണെന്ന് വ്യക്തമാക്കിയിട്ടും കൊടും പാതകനെ പോലെ കുരിശിൽ മരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇപ്പോൾ നമുക്ക് അവസാനിപ്പിക്കണം. യേശുക്രിസ്തുവിനോട് നമുക്ക് സ്നേഹമുണ്ടോ? നമ്മളെ സ്നേഹിച്ച് സ്വന്തം പ്രാണൻ തന്ന, കുരിശിൽ നമുക്ക് വേണ്ടി 3 ആണികളിൽ തൂങ്ങിക്കിടന്ന് അലറിക്കരഞ്ഞ് പ്രാണനെ പിടിഞ്ഞ ദൈവപുത്രനെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാതിരിക്കും? അവിടുത്തോടുള്ള നമുക്ക് കടപ്പാടുള്ളത്. ദൈവത്തിന് വല്ലോ ബാധ്യതയുമുണ്ടോ നമ്മളെ രക്ഷിക്കുവാൻ, മനുഷ്യനായി വരേണ്ടതിന്? അവിടുത്തെ സ്നേഹം നിമിത്തം അവൻ അത്രയ്ക്ക് ലോകത്തെ സ്നേഹിച്ചു. അവിടുത്തെ ഏകജാതനായ പുത്രനെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി അവിടെ നിന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു. എത്രയും വേഗത്തിൽ തിരികെ വരികയും തന്നിൽ വിശ്വാസമർപ്പിച്ച ക്രിസ്തു ഭക്തന്മാരെ അവിടുത്തെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യും. ആ പ്രത്യാശയാണ് ഓരോ ദിവസവും ക്രിസ്തു ഭക്തന്മാരെ മുന്നോട്ട് നയിക്കുന്നത്. നമുക്ക് ഇപ്പോൾ നന്ദിയുള്ളവരായി ദൈവത്തോട് ഹൃദയംഗമായി ഒരു വാക്ക് നന്ദി പറയാം. കർത്താവെ, ഞങ്ങളെ സ്നേഹിച്ചതിനായിട്ട് സ്തോത്രമെന്ന് പറയാം. ദൈവം മനുഷ്യനായി വന്ന് ഞങ്ങൾക്ക് വെളിപ്പെട്ട് തന്നല്ലോ, അതിനായിട്ട് സ്തോത്രമെന്ന് പറയാം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ അവിടുത്തെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ ദൈവത്തെ ഞങ്ങൾക്ക് വെളിവാക്കി തന്നല്ലോ. അവൻ സത്യദൈവവും നിത്യജീവനുമായിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് നന്ദിയുള്ളവരായി തുടർന്നും കർത്താവിനെ സേവിച്ച് ജീവിക്കുവാൻ ദൈവമായ കർത്താവ് ഈ സന്ദേശവും സഹായകരമാക്കി തീർക്കട്ടെ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.